ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് അഗ്ലോണിമകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. എനിക്ക് അഗ്ലോണിമിനെ കുറിച്ച് വലിയ ഐഡിയകളൊന്നുമില്ല, കുറച്ച് വെറൈറ്റിയാണ് ഉള്ളത് എൻ്റെ കയ്യിൽ. നമ്മളെ കയ്യിൽ 21ഓളം വെറൈറ്റികളുണ്ട്. അതും വലിയ മാറ്റമൊന്നുമില്ല, ഓരോ കുത്തും പുള്ളിയൊക്കെ ആയിട്ടുള്ള മാറ്റമേ ഉള്ളൂ. അത് നമ്മൾ ബോഗൻവില്ല വെരിഗേറ്റഡിൻ്റെ ഒരു ചെറിയൊരു തൂമ്പാണ്. അത് നട്ടു നോക്കിയത് ഉണ്ടാവുക ഇല്ലയെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒറ്റൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങിയത് ഇവിടെ ഒറ്റൊന്നുമില്ല. നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തും അയൽവാസിൻ്റെ അടുത്തൊക്കെ നമ്മളെ കയ്യിലില്ലാത്ത അവർക്കും കൊടുക്കും, അവരുടെ കയ്യിലില്ലാത്തത് നമ്മളെ അടുത്തും തരും. അങ്ങനെയാണ് നമുക്ക് ഇത്രയും കളക്ഷൻസ് ആയത്. ഇത്രയും നല്ല ഇഷ്ടം പോണുണ്ട്, വലിയ മാറ്റങ്ങളൊന്നുമില്ല ചിലതിനൊന്നും. ഇതൊക്കെ ഒരു ചെറിയൊരു ലീഫായിട്ടുള്ള ഒരു ഐറ്റംസാണ്. നല്ല ഭംഗിയാണിത് കാണാൻ. പക്ഷേ ഇത് ഈ വേനൽക്കാലത്തായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലകളൊക്കെ കരിഞ്ഞു പോകും, കാരണം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് വളരുന്നുണ്ട് എന്ന് തന്നെ ഉള്ളൂ. അടുത്തൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരുകളും കാര്യങ്ങളും ഒന്നും എനിക്കറിയില്ല, കാരണം നമ്മളെ കയ്യിലില്ലാത്തൊരു വെറൈറ്റി കണ്ടാൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് ഒരിടത്ത് 3-4 ഷൂട്ട് ഉണ്ടെങ്കിൽ അവരൊന്ന് തരും. നമ്മളെ അടുത്ത് അവരുടെ കയ്യിലില്ലാത്തത് നമ്മളെ അടുത്തുണ്ടെങ്കിൽ നമ്മളും അങ്ങോട്ട് കൊടുക്കും. അതാണ് നമ്മളെ മെയിനായിട്ടുള്ള പരിപാടി. ഇതിനൊക്കെ അത്യാവശ്യം ഷൂട്ടുകളൊക്കെ ഉണ്ട്. ഇതാ ഒരു മദർ പ്ലാന്റ് ആയിരുന്നു. നമ്മളതിൽ നിന്നും കുറേ കട്ട് പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്, ഏതിൻ്റെ പേര് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു നടുക്കിലൂടെ ഒരു ഗ്രീൻ വൈറ്റ് ലൈനായിട്ടാണ്. ഇത് മാത്രമേ ഉള്ളൂ. നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് കരുതിയതായിരുന്നേ. ഇതിന് എന്തോ ഒരു കേടുകളൊക്കെ വന്നു കണ്ട്, പക്ഷെ ഇതിൻ്റെ ഷൂട്ടുകളൊക്കെ വന്നേക്കണ കണ്ടില്ലേ. ഇതിൻ്റെ ഒരു നടുക്ക് ഭാഗത്തു നിന്നാണ് ഇതിൻ്റെ ഷൂട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. അതിലിപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ കാര്യമായിട്ട് വളവും കാര്യങ്ങളും ഒന്നും ചെയ്ത് കൊടുക്കാറില്ല. നമുക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയകളൊന്നുമില്ല. നല്ലൊരു ചാണകം, അതാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കൽ. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ചെറിയൊരു ഗ്രീനിലൊരു ഡിസൈൻ വരുന്നെന്നുള്ളൂ. ഇതിൻ്റെ ചെറിയൊരു മാറ്റമുള്ള 3 തൈകളുണ്ട് എൻ്റെ കയ്യിൽ. ചെറിയ മാറ്റങ്ങളുള്ളൂ, ഒരു കുത്തോ പുള്ളിയോ പറഞ്ഞ പോലെ. ഒരു ഗ്രീനിൽ ചെറിയ വെറൈറ്റികൾ വരുന്നതാണ്. ഇതൊരു വേറെ വെറൈറ്റിയാണ്. ഇതിന് കണ്ടില്ല, ഒരു ചെറിയൊരു ഡിസൈനുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും വെറൈറ്റിയാണ്. നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ തന്നെ കേട്ടോ, കാരണം ഒരു ഗ്രീനിലൊരു റെഡും ഒരു പിങ്കൊക്കെ ഒരു കുത്ത് ഡോട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇത് നമ്മളെ കയ്യിൽ വേറെ വെറൈറ്റിയാണ്. ഇതിൻ്റെ അടുത്തുള്ളത് തന്നെ കണ്ടാൽ നമ്മളിത് രണ്ടും ഒന്നാന്ന് കരുതും, പക്ഷെ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നല്ലൊരു ഭംഗിയാണത്, ബുഷിയായിട്ടുണ്ടാണ്. ഇതിൻ്റെ ഒരു തൊട്ടൽവക്കത്ത് നല്ല ബുഷിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇത് അവർ തന്നതാണ്. നല്ലൊരു ഒറ്റ തൈകളേ ഉള്ളൂ അധികത്തിനും. ഫസ്റ്റ് വരുമ്പോൾ അത് ഇങ്ങനെയാണ് ഗ്രീനായിട്ട് വരുന്നുണ്ട്. ഇതാണ് അടുത്തത് പറഞ്ഞത്. ഞാൻ ചെറിയൊരു മാറ്റമുള്ളൂ എന്ന് പറയാൻ കാരണം ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാം. ഒരു മാറ്റങ്ങളായിട്ട് തോന്നില്ല, പക്ഷെ ഒന്ന് മെച്ചൂർഡായിട്ടുള്ള ഇലകൾ നോക്കുമ്പോൾ മനസ്സിലാവാം. ഫുള്ളൊരു റെഡും ഒരു യെല്ലോയും കൂടിയാണ് വരലാണ് ഇതിന്. നല്ലൊരു ഭംഗിയാണ് കാണാനിട്ട്. അതാണ് ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗി. ഇതാണ് മെച്ചൂർഡായിട്ടുള്ളൊരു ഇല. ഇതാണ് ഇങ്ങനെയാണ് ആവല്. മറ്റേത് ഇതുപോലെ ഇക്കാരം വരലും. അത്രേ മാറ്റമുള്ളൂ, വേറെ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൻ്റെ കട്ടിങ്സ് നടും, ഇത് തൈകളാക്കിയിട്ടുള്ള വേരുകളുള്ളതും നടും, ഏത് പിടിപ്പിച്ചാലും നല്ല പിടിക്കും. പക്ഷേ ഇത് പിടിപ്പിക്കുമ്പോൾ നല്ലൊരു നനവുള്ള മണ്ണിൽ ഏകദേശം പിന്നെ ഒരാഴ്ച കഴിയോളം ഇതിന് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകാനും ഈ ചെടിക്ക് പറ്റും. വെള്ളം ഏറി അപ്പം ചെയ്യുകയും ചെയ്യും. നമ്മളിപ്പോൾ ഇത് ഒരു മഴയൊന്നും കൊള്ളാത്തൊരു സൈഡ് ഏരിയയിൽ ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഇതൊരു ഡബിളായിട്ടുള്ള ഒരു ഇല ഇരട്ട എന്നൊക്കെ പറയുന്ന പോലെ. ഏതിൻ്റെ പേരുകളും നമുക്കറിയില്ല സത്യമായിട്ടും. നമ്മൾ ഓരോക്കുള്ള വെറൈറ്റി ഇല്ലാത്തത് നമ്മൾ ഓരോരുത്തരോരോ കയ്യിൽ നിന്ന് വാങ്ങണതാണെന്നുള്ളൂ. പക്ഷെ നല്ല ഭംഗിയാണ്. ഇതെല്ലാം കൂടിയും കാണുമ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഭാഗത്തിന് ഇത് വേറെ വെറൈറ്റി, ഒരു ഗ്രീനിൽ വൈറ്റ് വരുന്നതാണ്. ഇത് ഞാൻ പൊതുവേ എല്ലാവരുടെ കയ്യിലും കണ്ടിട്ടുള്ളതാണ്, അധികവും എൻ്റെ കയ്യിലുള്ളത് കേട്ടോ. നമ്മുടെ അടുത്ത് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കൊടുക്കണം. ഇതൊക്കെ കണ്ടില്ലേ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളതും ഇതും അതേപോലെ ഒരു വെറൈറ്റിയാണ്. ഇതിനൊരു പ്രത്യേകിച്ചൊന്നും നമുക്കറിയില്ല. ഇലമലൊരു ചെറിയൊരു ഡിസൈനായിട്ട് വരുന്നു, ഒരേമാതിരി തന്നെ ഒരു ഡിസൈൻ. ഇതിൻ്റെ ഒരു തണ്ട് നോക്കിയാലാണ് നമുക്ക് വെറൈറ്റി ആണെന്ന് മനസ്സിലാവുള്ളൂ, ചെറിയൊരു മാറ്റം ഉണ്ട് എന്നുള്ളത്. ഇതൊരു പിങ്ക് ആയിട്ടുള്ളൊരു തണ്ടാണ് വരുന്നത്. മറ്റേതിന് അങ്ങനെ ഒരു പിങ്കിലൊരു ഗ്രീൻ ടച്ച് വരുന്നൊരു തണ്ടുകളാണ് വരുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. നമുക്ക് എന്നാലാണ് അടുത്ത വീഡിയോകളൊക്കെ ഒന്ന് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് തോന്നുള്ളൂ. ഇതൊരു വേറെ വെറൈറ്റിയാണ്, ഒരു കുഞ്ഞി ഇലകളായിട്ട് വരുന്നതാണ് ഇതിനും. ഫസ്റ്റ് കാണിച്ചിലൊരു വെട്ടൊരു വെറൈറ്റിയാണിത്.
ഇതിൻ്റെ തണ്ടുകൾ പ്യൂർ വൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ കുറേ കിക്കീസൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മളെ മണ്ണൊക്കെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള മണ്ണായതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ വരാനൊക്കെ അത്യാവശ്യം വൈകിട്ടുണ്ട്. നമ്മളിതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് ഒരു വർഷമൊക്കെ ആയാണ് നമ്മൾക്ക് ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ട്. എന്താണ് നമ്മളെ കയ്യിൽ ഫസ്റ്റായിട്ട് കിട്ടിയ 1 ഇഞ്ച് വലുപ്പമുള്ളൊരു കഷ്ണം കിട്ടിയതാണ് നമ്മളെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന്. കാരണം അവളെ കയ്യിൽ അന്ന് ഇതൊക്കെ ഒരു പൊതുവേ ഇതൊരു വെറൈറ്റി ഉണ്ട്. ഫസ്റ്റ് ടൈമായിട്ട് വരുന്നൊക്കെ ഒരു അട്ടിക്ക് കിട്ടിയതാണ്. അങ്ങനെ ഒരു ഇഞ്ച് വലുപ്പമുള്ള പീസ് വെറുതെ മണ്ണിൽ വെച്ച് പിന്നെ നമുക്കതിൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ലേനു. പിന്നെയാണ് ഇതിൻ്റെ ഒരു തൈ വന്നത്. അങ്ങനെ ഇഷ്ടമാണ് തൈകൾ വന്നാണ്. ഇത് നേരത്തെ കാണിച്ചതല്ല, വേറെ വെറൈറ്റിയാണ്. ഇതിൻ്റെ തണ്ട് നോക്കിയാൽ മനസ്സിലാക്കുക. പക്ഷേ ഇലൻ്റെ ഒക്കെ ഒരു ഡിസൈനൊക്കെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കണ്ടില്ലേ, ഇതും അതായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ ഒന്നുമല്ല, പക്ഷേ തണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്രയൊക്കെ മാറ്റുള്ളൂ. ഇതും അതിലൊരു വേറെ വെറൈറ്റിയാണ്. നമ്മൾ ഫസ്റ്റേ കണ്ട ഒരു നോർമലായിട്ടുള്ള എല്ലായിടത്തും കാണുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതും. ഇതും ഇലേൻ്റെ ഡിസൈനൊക്കെ ഒരേ മാതിരിക്ക് തന്നെയാണ്. ബട്ട് ഇല ഇതൊന്ന് റൗണ്ട് ഷേപ്പിലുള്ളതാണ്, ഒന്ന് ഇതൊരു നീണ്ട ഷേപ്പിലുള്ള ഇല ആണ്. അത്ര വ്യത്യാസമുള്ളൂ. കണ്ടില്ലേ, നമ്മുടെ അടുത്ത് അത്ര വെറൈറ്റികളോ കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ളത് ഒരു ചെറിയൊരു കുത്തുപുള്ളി മാറ്റങ്ങളൊക്കെ ഉള്ള പറഞ്ഞ പോലെയാണ്. ഇതൊരു വേറെ വെറൈറ്റിയാണ്. ഇതിൽ 2 തൈകൾ നമ്മളൊപ്പം നട്ടിട്ടുള്ളതാണ്. ഇതൊരു റെഡും പിങ്കും കൂടിയുമാണ്. നമുക്കൊരു ഫ്രണ്ട് തന്നത് തന്നെയാണ്. ഫ്രണ്ട് അയൽവാസിയൊക്കെ തന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ചട്ടി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് 2ഉം കൂടി ഒന്നിലേ നട്ടതാണ്. എന്താണ് പിങ്ക്, നിങ്ങൾക്ക് അങ്ങനെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ ചെറിയൊരു തൈയായിരുന്നു. അപ്പോൾ നമ്മളൊരു വെയിലില്ലാത്തൊരു ഏരിയയിൽ, നമ്മൾ തണലുള്ള ഏരിയയിൽ നമ്മൾ വെച്ചതാണ്. നമ്മൾ പിന്നെ ഓൺലൈനായിട്ടൊന്നും അങ്ങനെ ചെടികൾ വാങ്ങിയിട്ടില്ല എന്ന് വരെ. അങ്ങനെ ഒന്നിന് നമ്മൾ ഓർഡർ കൊടുത്തു, പക്ഷെ അത് നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വേറൊരു വെറൈറ്റിയാണ്. കാരണം ഇത് നമ്മൾ നേരത്തെ കാണിച്ചതും ഇതുമായിട്ടൊരു മാച്ചും ഇല്ല. കാരണം ഡിസൈനൊക്കെ ഒരേ മാതിരി കേൾക്കാം. ഇതിൻ്റെ ഇലകൾ തിങ്ങി നിറഞ്ഞേക്കരം, ഫോട്ടിൽ നിറഞ്ഞു വരും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പീക്കേടൊക്കെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകളിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ മണ്ണെന്നേ വരുന്നതാണ്. അല്ലാതെ തെയ്യിച്ചിട്ട് അങ്ങനെ വേർതിരിച്ചെടുക്കാനൊന്നും ഇതിനങ്ങനെ പറ്റില്ല. കുറച്ച് പ്രയാസമാണ് ഇതിന് തെയ്യ് വേർതിരിച്ചെടുക്കാനുള്ളത്. നമ്മൾ പിന്നെ എന്തെങ്കിലും കുഞ്ഞു തൈകളൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കാനൊക്കെ വെച്ചതൊക്കെ ഉണ്ട്. ഇതാണോ, ഇത് നമ്മൾ കുഞ്ഞു ബോട്ടിൽ, ഇതൊരു വേറെ വെറൈറ്റിയാണ്. കുഞ്ഞ് തൈകൾ ഇത് നമ്മളെ റെഡാണ്. ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. 2 ലീഫേ ഉള്ളതെന്ന് നമുക്ക് കിട്ടിയപ്പോൾ തന്നെ അതിലൊരു ലീഫ് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കേട്ടോ, ചീഞ്ഞ് പോയതാണ്. എന്താണ്ടില്ലേ, പ്യുവർ റെഡാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിനും ചീച്ചിലൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ നമ്മളൊരു സൈഡ് ഭാഗത്ത് വെച്ചാണ്. ഇതൊരു വേറെ ഒരു വെറൈറ്റിയാണ്. ഒരു ഗ്രീൻ സൈഡിലും റെഡ് വരുന്നത് ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പണി കിട്ടിയതാണ്. നമ്മൾ ഓൺലൈനിൽ ഒരു യൂട്യൂബ് ചാനലിൽ അങ്ങനെ നല്ലൊരു ഓഫർ കണ്ടപ്പോൾ ഓർക്കിഡിന് അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത്, പക്ഷേ 7 മാസമായിട്ട് ഇന്ന് വരെ അവർ ചെടി അയച്ചു തന്നിട്ടില്ല, റിട്ടേൺ പേയ്മെൻറ്റും തന്നിട്ടില്ല. അതുപോലെ പറ്റുമെന്ന് കരുതിയിട്ട് പിന്നെ ചെടി വാങ്ങാനൊന്നും ഒട്ടും താല്പര്യമില്ല. കാരണം ചെടിക്കൊക്കെ അവരോട് ചോദിക്കുമ്പോൾ, റീഫണ്ട് ചോദിക്കുമ്പോൾ അവർ ഓരോ കാരണങ്ങൾ ഉടായ്പ പറഞ്ഞുകൊണ്ട് മുങ്ങ, ചെടി ചോദിക്കുമ്പോഴും അതേമാതിരി ഉടായ്പം പറഞ്ഞ് മുങ്ങ. നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി അതാ യൂട്യൂബ് ചാനലിൽ നമ്മൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു തരണ്ട്. കാരണം നല്ല പണിയായിട്ടാണ് അവർ തന്നിട്ടുള്ളത്. 8 മാസമായിട്ട് 7 മാസം കഴിഞ്ഞ്. കാരണം നല്ല ഓഫർ, ന്യൂ ഇയർ ഓഫർ പറഞ്ഞാണ്ട് ഓർക്കിഡിന് ഓഫർ കൊടുത്ത് പറഞ്ഞാണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യാഷ് അയച്ചെന്ന പോലെ ചെടി അയച്ചു തരുന്ന പറഞ്ഞപ്പോൾ നമ്മൾ അയച്ചു കൊടുത്തും ചെയ്തു. ചെടിയില്ല ക്യാഷും ഇല്ല പറഞ്ഞ മാതിരിയാണ്. അതിന് ശേഷം അങ്ങനെ പെട്ടെന്നൊന്നും നമ്മൾക്ക് പെടാനൊരു പേടിയാണ്. ഇതാണ് നമ്മളെ കയ്യിലുള്ള ഓരോ വെറൈറ്റികളൊക്കെ. എല്ലാവരും ഞാൻ പറയുന്നില്ല, അതിൽ ഒന്നൊക്കെ ഇതുപോലെ ഒരു പറ്റിപ്പ് ടൈപ്പേക്കരം. ചെടിയില്ല ക്യാഷുമില്ല പറഞ്ഞ പോലെയാണ്. പക്ഷേ മെസ്സേജുകളൊക്കെ ആഴ്ചയിൽ 1 ദിവസം നോക്കൂട്ടോ, അത്രേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാ.